സാർ ഞാൻ പോട്ടെ. ഹലോ, ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്. ഇന്നലത്തെ ഹാങ് ഓവർ മാറിയിട്ടില്ലല്ലേ? ഒരു കാര്യം ചെയ്യ്, നീ ഒരു 10 മണിയോടെ നമ്മൾ ജംഗ്ഷനത്തേക്ക് പോവാ. എല്ലാം ഞാൻ നോക്കിക്കോളാം. ഓക്കെ. നീ വന്നാ? നീ എന്തിനാ വരാൻ പറഞ്ഞു? പ്രിൻസ് ഒരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടേ. വണ്ടി അവൻ കൊണ്ടുപോയി. നീനൊന്ന് ഡ്രോപ്പ് ചെയ്യണം. മാറ്, ഞാൻ വണ്ടി എടുക്കാം. അവിടെ നിന്ന് ഒരാൾക്കൂട്ടം. വാ, നോക്കിയിട്ട് വരാം. എന്താ പ്രശ്നം? ഇവിടെ ആരോ പണി കൊടുത്ത പോലീസൊക്കെ വന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ട്. ബോഡിയൊന്നും കിട്ടിയിട്ടില്ല. എന്താണെന്ന് ആർക്കറിയാം? നീ ഒന്നിങ്ങ് വന്നേ, എനിക്കിതൊക്കെ കണ്ട തലറങ്ങും. ഹലോ ഹലോ, നീ എവിടെയാ? ഞാനൊരു ബിസിനസ് മീറ്റിങ്ങിലാണ്. നീ ഇങ്ങനെ ബിസിനസ് മാത്രം നോക്കി നടന്നാൽ മതി, എന്റെ കാര്യങ്ങളൊന്നും നോക്കണ്ട. എൻ്റെ ബിസിനസ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ നിനക്കറിയില്ലേ? എല്ലാം തീർന്നു പച്ച പിടിച്ചു വരട്ടെ. ബിസിനസ് തുടങ്ങിയത് മുതൽ നീ ഇത് പറയുന്നതല്ലേ? എന്റെ പ്രശ്നങ്ങൾക്ക് നീ ഒരു തീരുമാനം ഉണ്ടാക്ക്. ഞാനാണെങ്കിൽ ഇപ്പോൾ ഓരോ ദുസ്വപ്നങ്ങളും കാണുന്നുണ്ട്. നിന്നെ ആരോ കൊല്ലുന്നൊക്കെയാ കാണുന്നത്. ഹലോ ഹലോ, എങ്ങോട്ട് ഓടുന്നേ? എന്താടാ ഫോൺ ചെയ്യണം. നീ ഒന്നിങ്ങ് വന്നേ. ഹലോ, ആ പ്രിൻസേ, ഇത് ഞാനാ വിനോദ്.
ഞാനും അലക്സും ഇവിടെ കടയുടെ മുന്നിലുണ്ട്. ആ ഞാൻ അങ്ങോട്ട് വരാം. എന്താടാ വിനോദ്, നീ ഓഫീസിലോട്ട് ചെല്ല്. ഞാൻ ഇന്നലെ പറഞ്ഞ ഫയലെല്ലാം മെയിൽ ചെയ്യും. ശരി, ഇതാ ഫോൺ. വാ എവിടേക്കടാ? എന്താടാ എല്ലാവരും ശ്രദ്ധിക്കുന്നു. നീ വാ. ഈ ഫോൺ പിന്നെ ആ ബ്ലഡ് അതൊക്കെ ഞാൻ സ്വപ്നത്തിൽ കണ്ടതാ. നീ വന്നേ. അലക്സ് ശൈവൻ, പറയാം സാർ, പറയാം. എന്താണ് ആരോഗ്യം? ഞാൻ ഇവനെ ആ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. എങ്ങനെയോടിയത്? ഇയാൾ പോലീസാന്ന് വെച്ചിട്ടാണ് ഞാൻ ഓടിയത്. ഇവൻ പോലീസൊന്നുമല്ല, എൻ്റെ പാർട്ണറാ. ആ ഫോൺ എവിടെ? കയ്യിലുണ്ട് സാർ, ഇതാ. നീ എന്തിനാ ഇവനിട്ട് ഓടിച്ചത്? ഇവൻ ഫോൺ തട്ടിപ്പറിച്ച് ഓടിയോണ്ടാ ഞാൻ ഇവനെ ഓടിച്ചത്. മണ്ണാൻ കട്ട. ഇവൻ ഫോൺ തട്ടിപ്പറിച്ച് ഓടിയൊന്നുമല്ല, ഞാൻ കൊടുത്തതാ.
നീ ഇവന് ഫോൺ കൊടുത്തതാണെന്ന് പറയും. എന്തൊക്കെയാണ് നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവനെ ആ രക്തം താളം കെട്ടി കിടക്കുന്നത്, ആ ഫോണും എല്ലാം ഞാൻ സ്വപ്നത്തിൽ കണ്ടതാ. അപ്പം നീ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ മറന്നോ? എന്ത് കാര്യം? ഞാൻ ഇന്നലെ നിന്റെ വീട്ടിൽ വന്ന് ഓർമ്മയുണ്ടോ? പതുക്കെ കഴിക്കേ. എടാ, കിടപ്പാടം വരെ വിറ്റു തുടങ്ങിയ ബിസിനസ് ആ ജോർജിന്റെ വളർച്ച കണ്ടിട്ട് നമുക്കെല്ലാം നഷ്ടമാകുന്ന ലക്ഷണം. അതിന് നീ ഇങ്ങനെ കുടിച്ചോണ്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. അയാളെ തടയാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. നമുക്ക് എങ്ങനെ ഈ ബിസിനസ് ജയിച്ചേ പറ്റും. അതവൻ ഇല്ലാതാക്കിയിട്ടാണെങ്കിൽ അങ്ങനെ. നീ എങ്ങോട്ടാ? ഞാനിപ്പോ വരാം. ഒരു ചെറിയ വർക്കുണ്ട്. ക്യാഷും ഡീറ്റെയിൽസ് എല്ലാം ബാഗിലുണ്ട്. 8 മണിക്കുള്ളിൽ കാര്യം നടത്തണം. പ്ലാനിങ് ആണ് നിൻ്റെ ഇഷ്ടം. ഓക്കെ സാർ. അപ്പോൾ ശരി, കാര്യം കഴിഞ്ഞ് എന്നെ വിളിക്കും. ഇവൻ്റെ വർക്ക് കഴിഞ്ഞ ശേഷമാണ് ഞാൻ നിന്നെ കാണാൻ വന്നത്. സാറ് വന്നത് നന്നായി. ഇപ്പം തന്നെ 2 കുപ്പി തീർന്നു. നീ പോയി ഒരു പാക്കറ്റ് സിഗരറ്റ് വേണ്ടോ? ഇനിയൊന്നും പേടിക്കാനില്ല. ആ ജോർജിനെ ഞാനങ്ങ് തീർത്തു. ഇത്തവണ പുതിയ ഒരുത്തനെ പണി കൊടുത്തത്. പണി നടത്തിയ സ്ഥലത്ത് അവൻ്റെ ഫോൺ കളഞ്ഞു പോയിട്ടുണ്ട്. നമുക്കത് രാവിലെ ചെന്നെടുക്കണം. ഇല്ലെങ്കിൽ തെളിവ് നമുക്കെതിരാവും. അഥവാ രാവിലെ ഞാൻ വരാൻ വൈകിയാൽ നീ അവനും കൂടി അത് എടുക്കണം. ഇതവൻ്റെ ഫോട്ടോ. ഞാൻ പോട്ടെ, രാവിലെ വിളിക്കാം. സാർ, ആ സിഗരറ്റ് നീ ഒന്ന് അലക്സിനെ റൂമിൽ കൊണ്ടുവന്ന് ചേർത്ത്. അവൻ നല്ല ഫിറ്റാ. ശരി സാർ. ഇതെല്ലാം ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ നീ മദ്യവെച്ച് ബോധമില്ലാതിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞൊന്നും നിൻ്റെ തലയിലോട്ട് കയറിയില്ല. പക്ഷെ എല്ലാം നിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് നീ ഒരു സ്വപ്നമായി കണ്ടു. അതാണ് എൻ്റെ ഈ പരിഭ്രാന്തിക്ക് കാരണം. സാർ, ഞാനിനി എന്താ ചെയ്യണ്ടേ? നിനക്ക് ഗോവയ്ക്കുള്ള ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം പോവാം. നിൽക്ക്. ഞാൻ നേരത്തെ നിന്നെ തല്ലിയപ്പോൾ എല്ലാം പറയാമെന്ന് നീ പറഞ്ഞു. ഇനി പോലീസുകാർ നിന്നെ പിടിച്ചിട്ടാണ്ട് കുറഞ്ഞാ നീ എല്ലാം വിളിച്ചു പറയില്ലേ? ഇല്ല സാർ, ഞാൻ ആരോടും പറയില്ല. അഥവാ നീ ആരോടെങ്കിലും പറഞ്ഞാ പെടാപ്പാട് പെടേണ്ടത് ഞങ്ങളാ. ഞങ്ങളുടെ ബിസിനസ്സുകാരൻ ഇത് തന്നെ ധാരാളം. ഇല്ല സാർ. ഇത് നിന്റെ ആളല്ലേ? നമുക്കിനി സാക്ഷികളും തെളിവുകളൊന്നും വേണ്ട.